ആദ്യം ശ്രീ PS ഗോപകുമാറിലേക്കാണ് പോകുന്നത്. സിൻഡിക്കേറ്റ് അംഗമാണ്. ഇന്ന് സർവകലാശാലയിൽ നടന്ന സംഭവങ്ങൾ വളരെ ചുരുക്കി ഒന്ന് വിവരിക്കാമോ? ഇന്നെന്താണ് ഡോക്ടർ സിസ തോമസ് എത്തിയപ്പോൾ സർവകലാശാലയിൽ സംഭവിച്ചത്? ഇന്ന് കേരള സർവകലാശാലയുടെ താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് മാഡം ഒരു 11 മണിയോടുകൂടി കേരള സർവകലാശാലയിൽ എത്തുകയും അവരുടെ ചേംബറിൽ പ്രവേശിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് മാഡം കുറച്ച് സമയത്തിന് ശേഷം PR സെക്ഷനിലേക്ക് പോകുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. PR സെക്ഷനിൽ പോകുന്ന സമയത്ത് അതിന് പുറകെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ 10:30 മണിക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ഒരു കമ്മിറ്റി പങ്കെടുക്കാൻ ഞാനും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അവിടെ ഇരിക്കുന്ന സമയത്താണ് ആ യോഗം പെട്ടെന്ന് 12 മണിയിലേക്ക് ക്യാൻസൽ ചെയ്തിട്ട് അവരടക്കം അവിടെ സന്നിഹിതരായിട്ടുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വേഗത്തിൽ ഈ സിസ തോമസ് മാഡം പോയ സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനുശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവരെ ഇവിടുന്ന് തിരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ ഞാൻ നേരെ വൈസ് ചാൻസലറുടെ ചേംബറിൽ ചെല്ലുന്ന സമയത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എല്ലാവരും അവിടെ വൈസ് ചാൻസലറെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. തടഞ്ഞു വെച്ചിരിക്കുക മാത്രമല്ല ഭീഷണിപ്പെടുത്തുന്നതുമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതായത് വൈസ് ചാൻസലർ ഞങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കണം, സെഷനുകളിൽ വൈസ് ചാൻസലർ നേരിട്ട് പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ പോകാൻ പാടില്ല, രജിസ്ട്രാർ വഴി വേണം സർവകലാശാലയുടെ ഫയലുകളും വിവരങ്ങളും സമാഹരിക്കാൻ, അതിനപ്പുറത്തേക്ക് കടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിലയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇത്തരത്തിലൊരു ഭീഷണി പാടില്ല എന്നുള്ള നിലപാട് ഞാൻ അവിടെ എടുക്കുന്ന സമയത്ത് അവർ എന്നെ നേർക്ക് തിരിഞ്ഞു. അവിടെ കുറച്ച് വാക്കുതർക്കവും ഗോഗുവാവിളികളും ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് നടന്നത്. അതിനുശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഗോഗുവാവിളികൾ അവസാനിക്കുകയും അവരൊരു നിവേദനം സിൻഡിക്കേറ്റ് യോഗം ചേരണം എന്നുള്ള നിലയിലൊരു നിവേദനം വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചിട്ട് പിരിഞ്ഞു പോയി. ഇതാണ് ഇന്ന് അവിടെ നടന്ന.